നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പാറക്കടവ് പുളിയനത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. പുന്നക്കാട്ട് വീട്ടിൽ ലളിതയാണ് മരിച്ചത്. പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയാണ് കൊലപ്പെടുത്തിയത്. ഭർത്താവ് ബാലൻ ഒളിവിലാണ്. ഇയാളുടെ സൈക്കിൾ മൂഴിക്കുളം ജംഗ്ഷനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത അങ്കമാലി പോലീസ് ബാലനായി അന്വേഷണം തുടരുന്നു. പുത്തഞ്ചിറ ഫൊറോന പള്ളിയിൽ ഇന്നലെ നടന്ന പള്ളിപ്പെരുന്നാളിന് വെടിക്കെട്ട് നടത്തിയ സംഘത്തിലെ യുവാവിനെ സമീപത്തുള്ള പാടത്തിലെ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം അയ്യങ്കലം സ്വദേശിയായ തെക്കത്ത് പറമ്പിൽ പ്രമോദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലത്തെ വെടിക്കെട്ടിന് ശേഷം പ്രമോദിനെ കാണാതായിരുന്നു. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കിടയിലുണ്ടായ കൊലപാതക ശ്രമത്തിൽ പ്രതികൾ അറസ്റ്റിൽ. എടവിലങ്ങ് കാരാഞ്ചേരി അജിത്, പുളിക്കപ്പറമ്പിൽ അതുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. ഓണത്തിനും തുടർന്ന് ന്യൂ ഇയർ ആഘോഷത്തിനോടനുബന്ധിച്ചും ഇരുസംഘ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് അക്രമത്തിന് കാരണം. അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് റിസർവോയറിൽ മുക്കുംപുഴ ആദിവാസി കോളനിയുടെ സമീപത്തായി പുഴയിൽ ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. ഏകദേശം 3 ദിവസം പഴക്കമുള്ള കൊമ്പനാനക്കുട്ടിയുടെ ജഡമാണ് പുഴയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായി ഡോക്ടറെ ലഭിക്കാത്തതിനാൽ മരണകാരണം വ്യക്തമല്ല. എഴുന്നള്ളിപ്പിനിടയിൽ രണ്ടാം പാപ്പൻ ഉപദ്രവിച്ചതിനെ തുടർന്ന് ആന വിരണ്ടു. ശ്രീനാരായണപുരം പനങ്ങാട് ശ്രീ രാജേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. അപ്പു എന്ന കൊമ്പനാനയാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിൽ കോലമേന്തിരുന്ന ആനയെ രണ്ടാം പാപ്പൻ ഉപദ്രവിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേത്തൽപ്പാടം സെന്ററിന് സമീപം ഇന്നലെ പുലർച്ചെ 1:30 അപകടം. എറിയാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇനോവ ക്രിസ്റ്റ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ കാറും ടാങ്കർ ലോറികളും കൂട്ടിയിടിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി അഖിൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളെ ചന്ദ്രപ്പിന്നി അൽ ഇക്ബൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11:30 അപകടം. ലത്തീൻ കത്തോലിക്ക സഭ കോട്ടപ്പുറം രൂപതയുടെ 3ാമത് ബിഷപ്പായി ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അംശവടിയേന്തി സ്ഥാനമേറ്റു. രൂപതയുടെ ഭദ്രാസന ദേവാലയത്തിൽ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന്റെ മുറ്റത്തൊരുക്കിയ പന്തലിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസികളെ സാക്ഷിയാക്കി വരാപ്പുഴ അതിരൂപത മെത്രാൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. മാധ്യമപ്രവർത്തകർ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചാലക്കുടി പ്രസ് ഫോറം മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കാനായി ഒരുക്കിയ പ്രണാമം 2024 ഉദ്ഘാടനവും സംസ്ഥാന ജില്ലാ മാധ്യമ പുരസ്കാര വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ജൂനിയർ പുരുഷ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന് കൊടുങ്ങല്ലൂരിൽ തുടക്കം. തൃശൂർ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൊടുങ്ങല്ലൂരും സംയുക്തമായാണ് കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കെ ടൗൺ ടർഫിൽ ആരംഭിച്ച ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.